ഹായ്, ഞങ്ങളിന്ന് വാവൻ്റെ പിറന്നാളിലേക്കുള്ള കുറച്ച് ഡെക്കറേഷൻ്റെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. കാരണം ഞങ്ങൾ ആദ്യമായിട്ട് കേട്ടോ ഇങ്ങനെ വാങ്ങണത്. വാവൻ്റെ ഫസ്റ്റത്തെ പിറന്നാളിന് ഒന്നാമത്തെ പിറന്നാളിന് ഞങ്ങൾക്ക് പാപ്പൻ്റെ മോനാണ് ഒക്കെ ചെയ്തു തന്നത്. അവൻ പിന്നെ ഈവൻറ്റിൻ്റെ പരിപാടിക്ക് പോകുന്നതുകൊണ്ട് അവൻ തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിനി. അതുകൊണ്ട് ഞങ്ങൾക്ക് അറിഞ്ഞില്ല അത്. അപ്പം ഇത് ഞങ്ങൾക്ക് യാതൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഒരേപോലത്തെ കുറേ കാര്യങ്ങളും പല തരത്തിലുണ്ട്, കളറിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് മൂപ്പര് കാണിച്ചു തരികയാണ് ഇതിങ്ങനെയാണ്, അതിൽ എങ്ങനെയാണ് കാറ്റ് നിറയ്ക്കേണ്ടത് എന്നുള്ളതൊക്കെ കാണിച്ചു തരികയാണ് കേട്ടോ. കാരണം ആദ്യമായിട്ടാണല്ലോ ഞങ്ങൾ വാങ്ങണത്. അപ്പം തോനുണ്ട്, അതിലിപ്പോൾ വാങ്ങേണ്ടതെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. ഒന്നായിട്ട് സെറ്റായിട്ടുള്ളത് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ സെറ്റായിട്ടുള്ളതൊക്കെ നോക്കാമെന്ന് കരുതി. അതാകുമ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പം സെറ്റായിട്ടുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ബ്ലാക്കിലും ഗോൾഡനിലും ആണ് വരുന്നത്. അപ്പോൾ പിന്നെ അതിലിങ്ങനെ തൂങ്ങിയെടുക്കണതൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ എനിക്കത് നല്ല ഇഷ്ടമായി കേട്ടോ. അതേമാതിരി തന്നെ സെറ്റ് ചെയ്യാമല്ലോ എന്നുള്ള രീതിയിൽ. പിന്നെ അത് ഞങ്ങൾ ഈ ബലൂൺ കുറിക്കുന്ന സാധനം മാത്രം ഞങ്ങളുടെ കയ്യിലില്ല കേട്ടോ. അത് വാങ്ങുമ്പോൾ കുറേ ആയി കരുതാണ്. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് ആവശ്യം വരുമല്ലോ എന്നുള്ള രീതിയിൽ ഞങ്ങൾ അതും കൂടി വാങ്ങിനേ. പിന്നെ ഈ സാധനത്തിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ട് ഞങ്ങൾ വാങ്ങിയില്ല കേട്ടോ. കാരണം ചിലപ്പോൾ അത് പൊട്ടിയെന്നും വരും, പൊട്ടിയില്ലാന്നും വരും. അത് നല്ലത് അത് വാങ്ങാത്തതാണ്. അപ്പോൾ പിന്നെ അതേ ഞങ്ങൾ വാവന് 2ാമത്തെ വയസ്സായ പിറന്നാളാണല്ലോ. അപ്പം ഒന്ന് മാറ്റി 2 വെക്കണ പരിപാടി ഉണ്ടല്ലോ, അതിലേക്കുള്ളത് തിരയാനിട്ട് 2. പക്ഷെ ഞങ്ങൾ വിചാരിച്ചത് കിട്ടിയില്ലേ. പിന്നെ ഇതൊക്കെ ബുക്കാണ് കേട്ടോ, ചെറിയ കുഞ്ഞു ബുക്കുകളില്ലേ, നമ്പർ എഴുതാൻ പറ്റിയ അങ്ങനത്തെ ബുക്കുകളാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. ചേട്ടൻ വാങ്ങി തന്നില്ല. പിന്നെ ഞങ്ങൾ വാവയ്ക്ക് തലയിൽ വെക്കുന്ന തൊപ്പി, അതായത് തലയിൽ വെക്കണത് അതൊക്കെ നോക്കിയിട്ടോ. പിന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണമല്ലോ. ഞാൻ പിന്നെ ഇവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ വാങ്ങാറുണ്ട്. അപ്പോൾ എനിക്കൊരു ഐബ്രോ പെൻസിലിൻ്റെ വേണമെന്ന് വിചാരിച്ച് കുറേ ആയി നിൽക്കണം ഞാൻ. അപ്പോൾ അത് ഞാൻ വിചാരിച്ച ഷെയ്ഡിലുള്ളതില്ല. അപ്പോൾ നല്ല ബ്ലാക്കിലുള്ള. അപ്പോൾ പിന്നെ ബ്ലാക്ക് ആകുമ്പോൾ വാവയ്ക്ക് എഴുതാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അതിർത്തെ. ഒരു കമ്മലും കൂടി വേണമെന്ന് കരുതി. പിന്നെ ഒരു കമ്മലും കൂടി ഞാൻ എടുത്തിട്ടോ. ഒരു ചെറിയ സ്റ്റഡ് പോലത്തെ കമ്മലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ വിചാരിച്ച കമ്മലൊന്നും ആയില്ല. അപ്പോൾ ഞാൻ കിട്ടിയ കമ്മൽ ഞാൻ എടുത്തിട്ടോ. പിന്നെ അത് 2 ഞങ്ങൾ കുറേ തിരഞ്ഞിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ അവിടെയുള്ള ഇത് ഏതാണെന്ന് വെച്ചാൽ എടുക്കാമെന്ന് കരുതി ഞങ്ങൾ അവിടെ ഉള്ളതൊക്കെ എടുത്ത് സെറ്റാക്കി. പിന്നെ അതേ കണക്ക് കൂട്ടലുകളിലാണ് കേട്ടോ, കണക്ക് കൂട്ടുകയാണ്. ഏട്ടാ അതിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട് കുറയ്ക്കാനുള്ള അത്രയും കുറച്ചോളി, എന്നാലും കുഴപ്പമില്ല എന്ന് ഏട്ടാ പറയുന്നുണ്ട് കേട്ടോ. അപ്പം മൂപ്പര് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് തരലുണ്ട് കേട്ടോ. സാധനങ്ങളൊക്കെ ഇങ്ങനെ തന്നെ വാങ്ങിയാലും ഇതാക്കിയാലൊക്കെ ഞങ്ങൾക്ക് കുറച്ച് മാക്സിമം കുറച്ച് തരലൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഉണ്ടാവും നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏട്ടൻ പറഞ്ഞ് ഇവിടെ ഉണ്ടാവും എന്ന് ചോദിച്ചു നോക്കാമെന്ന്. അപ്പം അങ്ങനെ കയറിയത്. പിന്നെ ഇത് തോനെ സാധനങ്ങളുണ്ട്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ട പിന്നെ എൻ്റെ കണ്ണുടക്കാതൊക്കെ ഇവിടെ കയറിയിട്ടുണ്ടെങ്കിൽ അന്ന് എന്തെങ്കിലും ഒന്നൊക്കെ ഞാൻ വാങ്ങിക്കൂട്ടും. സാധാരണ ഇവിടെ നിന്നാണ് കേട്ടോ അന്ന് ഞാൻ ഉപ്പിലിട്ടതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നെല്ലിക്കൻ്റെ ഉപ്പിലിട്ടതൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേ ഞങ്ങൾ കുറച്ച് പച്ചക്കറി വാങ്ങാണ്ടേനു. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയ പച്ചക്കറി കുറേ കഴിഞ്ഞിട്ടുണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പച്ചക്കറി ഞാൻ എടുക്കുകയാണെങ്കിൽ തന്നെ നല്ലോണം നോക്കിയിട്ടൊക്കെ എടുക്കുകയുള്ളൂ കേട്ടോ. കാരണം ചിലതിൽ കേടുണ്ടാവലുണ്ട്, അങ്ങനെയുള്ളതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ നല്ലതായിട്ട് നോക്കിയിട്ടൊക്കെ ഉള്ളിയൊക്കെ നല്ല നോക്കിയിട്ടൊക്കെ എടുക്കലുള്ളൂ കേട്ടോ. അപ്പോൾ അതേട്ട പായസത്തിൻ്റെ നോക്കാൻ പറഞ്ഞതും പായസത്തിൻ്റെ നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. പായസത്തിൻ്റെത് വറുത്തതുണ്ട്, വറക്കാത്തതുണ്ട്. അപ്പോൾ ഞാൻ കരുതി വറുത്തതെടുക്കാന്ന്. വറക്കാത്തത് വാങ്ങിയാൽ വറക്കേണ്ടി വരും. അപ്പോൾ അതിൽ നല്ല വറുത്തത് വാങ്ങി വറക്കണ്ടല്ലോ, നേരെ പായസം ഉണ്ടാക്കിയാൽ മതിയല്ലോ വെച്ചിട്ട് ഞാൻ വറുത്തതാണ് എടുത്തിട്ടുള്ളത്. സേമിയാണേ. പിന്നെ ഇതേ പച്ചക്കറി സാധനങ്ങൾ, പാമ്പേഴ്സ് അങ്ങനെയുള്ള ഓരോ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങളുടെ ഒക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ മൂപ്പര് കണക്ക് കൂട്ടുണ്ട്. പിന്നെ അതേ പൂജാ റൂമിലേക്ക് ചന്ദനത്തിരി കഴിഞ്ഞു പോയതുകൊണ്ട് ഞങ്ങൾ ചന്ദനത്തിരിൻ്റെതും കൂടി എടുത്തിട്ടുണ്ട് അതിൽ. അപ്പോൾ മൂപ്പര് കണക്ക് കൂട്ടുള്ളത് കഴിഞ്ഞൊക്കെ കവറിലൊക്കെ നിറച്ച് ഞങ്ങൾ ഇതേ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബായ്.